സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്തീയ സഭയുടെ വലിയ പെരുന്നാളുകളിൽ ഒന്നാണ് ഇന്ന് ഈ ഞായറാഴ്ച നാം ആഘോഷിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയാമിനോട് ദൈവദൂതൻ നൽകുന്ന വാഗ്ദാനം, ദൈവത്തിന്റെ വാഗ്ദാനം, ഇംഗ്ലീഷിൽ അനൗൺസിയേഷൻ, വചനിപ്പ് എന്ന് മലയാളത്തിൽ പറയുന്ന ഈ തിരുനാൾ വർഷത്തിൽ 2 പ്രാവശ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാലക്രമം അനുസരിച്ച് 9 മാസം തികയുന്ന കണക്ക് വെച്ച് മാർച്ച് മാസത്തിൽ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കും. അതുപോലെ തന്നെ കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന് മുൻപുള്ള ഒരു സമയത്തും ഇത് വായിക്കുന്നു. ക്രിസ്മസിന് മുൻപുള്ള ഈ ഒരുക്ക നാളുകളെ ഇംഗ്ലീഷിൽ ആഡ്വെന്റ് എന്നാണ് പറയുന്നത്. ആഡ്വെന്റ് എന്നുള്ളത് പഴയ ഒരു ഇംഗ്ലീഷ് വാക്കാണ്, ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വന്നുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് കമ്മിങ്, ദാറ്റ് വിച്ച് ഈസ് ടു കം എന്നൊക്കെയുള്ള അർത്ഥം, ഭാവി എന്നുള്ള അർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഈ വായനകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഭാവിയെ കുറിച്ചുള്ള വലിയ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. വാസ്തവത്തിൽ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങൾ ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും നന്നായിട്ട് മനസ്സിരുത്തി ധ്യാനപൂർവ്വം വായിക്കേണ്ടതാണ്. വേദപുസ്തകത്തിലെ അതിമനോഹരങ്ങളായ ഭാഗങ്ങളാണ് ആ അധ്യായങ്ങൾ. അതിന്റെ വലിയ പ്രത്യേകത സാധാരണക്കാരായ ആളുകൾ കവിത ചൊല്ലുന്നു എന്നുള്ളതാണ്. സക്കറിയ പുരോഹിതനും എലിസബത്തും ഗ്രാമീണരാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല, ലോകത്തിൽ അറിയപ്പെട്ടവരുമല്ല, സാഹിത്യ വാസനയില്ല. പക്ഷെ അവരെ രണ്ടുപേരും ഉച്ചരിക്കുന്നത് കവിതയാണ്. അതുപോലെയാണ് ഇനിയും അറിയാവും, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവള് കവിത പാടുകയാണ്. കാരണം ഹൃദയം നിറഞ്ഞ് ദൈവസന്നദ്ധിയിലേക്ക് വാക്കുകൾ വീഴുകയാണ്. ആ വാക്കുകൾ കവിതയല്ലാതെ വേറൊന്നുമാവാൻ തരമില്ല. ശുദ്ധമായ കവിതയാണ്, ആത്മാവിന്റെ ഭാഷണമാണ്. അത് അന്തരാത്മാവിന്റെ വലിയ വേലിയേറ്റങ്ങളാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന അനുഭവങ്ങളല്ല ഇവിടെ കിട്ടിയത്. ഒരു സാധാരണക്കാരാണെങ്കിലും അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അസാധാരണങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ സംബന്ധിച്ചും കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ചും അറിയിപ്പ് ഉണ്ടാകുമ്പോൾ മാലാഖ അവരോട് പറയുന്നത് ഈ കുഞ്ഞ് മഹാനാകുമെന്നാണ്. യോഹന്നാൻ മഹാനാകും, യേശു മഹാനാകും എന്നുള്ളത് 2 വേദഭാഗങ്ങളിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ മഹത്വം എന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരം കൂടിയാണ്. കാരണം മഹത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകപ്രകാരമുള്ള മഹത്വത്തെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മഹൽ വ്യക്തികളാകണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ മഹത്വം പലപ്പോഴും ലോകപ്രകാരമുള്ള പ്രശസ്തി, സമ്പത്ത്, നേട്ടങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവര് മഹത്വങ്ങളായി തീരും എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മഹത്വം വളരെ ആംബിഗ്വസ് ആണ്. അതിന് 2 വശങ്ങളുള്ളതാണ്. ഒരു വശം പ്രകാശപൂർണമായിട്ട് തോന്നാം, അതിന് മറുവശം അന്ധകാരപൂർണമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഉദ്ധരിക്കുന്ന അജയ്യരായ നേതാക്കളുണ്ട്. അവരെ ആർക്കും തൊടുവാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ അടുത്ത ദിവസം നമ്മൾ അവരെ കാണുന്നത് തീഹാർ ജയിലിലോ അതുപോലെയുള്ള ഏതെങ്കിലും കാരാഗൃഹങ്ങളിലായിരിക്കും. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ആരോഗ്യകരമായ പ്രവണതയാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ഇതാണ് ഈ ലോകത്തിന്റെ മഹത്വത്തിന്റെ സന്നിഗ്ധത, അതിന്റെ അംബിഗ്വിറ്റി. അതാണ് ഇവിടെ ഈ 2 കുഞ്ഞുങ്ങളും ജനിക്കുന്നത് അസാധ്യമായ സാഹചര്യങ്ങളിലാണ്. ആദ്യത്തേത് വൃദ്ധനായ സക്കറിയ പുരോഹിതനും വടുവൃദ്ധയായ എലിസബത്തും, അവർക്കാണ് കുഞ്ഞ് ജനിക്കുന്നത്. ലോകപ്രകാരം അസാധ്യമായ സംഗതിയാണ്.
പക്ഷെ ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ് മാലാഖ അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. ഇവിടെയും അസാധ്യമായ സംഗതിയാണ്. ഇവിടെ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടാത്ത കന്യകയായ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് അമ്മയായിത്തീരുന്നു. അസാധ്യമല്ല. എങ്ങനെ സംഭവിക്കുമെന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അവിടെയും മറുപടി ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. ദൈവത്തിന് അസാധ്യമാണ്, സാധ്യമാകുമോ എന്ന് നമ്മൾ സംശയിച്ചാൽ വിശ്വാസം പോയി. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിശ്വാസപൂർവ്വം ഈ മലയോട് സമുദ്രത്തിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് തന്നെയാണ്. ഈ മരത്തോട് ഇവിടെ നിന്ന് പിഴുത് കടലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പൊ ഇവിടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ഈ സംഭവങ്ങളിലൂടെ വേദപുസ്തകത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ വാഗ്ദാനം നൽകുന്നുണ്ട്. സഖറിയാ പുരോഹിതന് ലഭിച്ചതും ഒരു വലിയ വാഗ്ദാനമാണ്. കന്യാമറിയാമിന് ലഭിക്കുന്ന വാഗ്ദാനമാണ്. സംഭവം നടന്നിട്ടില്ല, പക്ഷേ നടക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാഗ്ദാനമാണെങ്കിൽ തൽക്ഷണം കുഞ്ഞ് ജനിക്കും എന്നുള്ളതല്ല അത് പറയുന്നത്. അതിന്റെ കാലമനുസരിച്ച് സമയമെടുത്ത് 9 മാസം അമ്മയുടെ ഉദരത്തിൽ ഗർഭത്തിൽ വസിച്ചിട്ട് വേണം കുഞ്ഞ് സാധാരണഗതിയിൽ ജനിക്കുവാൻ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില വ്യത്യാസങ്ങളൊക്കെ, ചില ദിവസങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. അപ്പൊ അങ്ങനെ കാലക്രമേണ കാലത്തിന്റെ പൂർണ്ണതയിൽ സംഭവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ് ഈ 9 മാസങ്ങൾക്ക് മുൻപ് നൽകുന്നത്. ഈ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ ദാനമാണ്. ഗിവിംഗ് ദ വേർഡ്. പ്രോമിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന്റെ അർത്ഥം അതിനോട് ചേർന്നതാണ്. മുൻപിലേക്ക് വെച്ചു കൊടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് സമയമായിട്ടില്ല എങ്കിലും ഇത് കാണിച്ചു കൊടുക്കുന്നു, മുൻപിൽ വെച്ചു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പ്രോമിസ് എന്നുള്ള വാക്കിന്റെ മൂലാർത്ഥം. ഇവിടെ നമുക്കറിയാം, ഈ ലോകത്തിൽ മാന്യമായ സമൂഹങ്ങളിൽ, മാന്യരായ ആളുകൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ വാക്കിന്റെ ദാനം മതി. എഴുതപ്പെട്ട രേഖകളൊന്നും തന്നെ ആവശ്യമില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നമ്മള് ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട് ജെന്റിൽമാൻസ് വേർഡ് എന്ന് പറയാറുണ്ട്, ലേഡീസ് വേർഡ് എന്ന് പറയാറുണ്ട്. അത് പറയുന്ന ആള് മാന്യനാണ്, മാന്യയാണ്. അവര് പറഞ്ഞ വാക്ക് ഒരിക്കലും ലംഘിക്കുകയില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായ വിശ്വാസം കൊണ്ടാണ് ആ വാക്ക് മതി എന്ന് പറയുന്നത്. നിന്റെ വാക്ക് എനിക്ക് മതി എന്നാണ്. ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും ലംഘിക്കപ്പെടുന്ന വാക്കല്ല, ഒരിക്കലും പിൻവലിക്കപ്പെടുന്ന വാക്കല്ല, അത് പൂർത്തീകരിക്കപ്പെടുന്ന വാക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇവിടെ ഒരു പ്രോമിസും ഒരു വാക്കും പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും പ്രോമിസ് നൽകാനായിട്ട് മുൻപിൽ നിൽക്കും. ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രോമിസ് നൽകും. മാനിഫെസ്റ്റോ, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അവരുടെ വാഗ്ദാനമാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുമെങ്കിലും അവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പം വ്യർത്ഥമായ വാക്കാണ്, എംപ്റ്റി വേർഡാണ്. അത് ആ വാക്ക് ആർക്ക് കൊടുക്കാൻ സാധിക്കുക, ശൂന്യമായ വാക്ക് കൊടുക്കാൻ സാധിക്കുക. നമ്മൾ വീട്ടിൽ വരുന്ന ആളിന് വെറുതെ ശൂന്യമായ കപ്പെടുത്ത് കുടിക്കാൻ കൊടുക്കുകയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാനീയം നിറച്ചിട്ടാണ് അതിഥിക്ക് കൊടുക്കുന്നത്. അപ്പോൾ വാക്ക് കൊടുക്കുമ്പോൾ അതിന് ഒരു പ്രഗ്നന്റ് വേർഡാണ്, അത് ഗർഭം ധരിച്ച വാക്കാണ്. ഇന്ന് നാളെ അല്ലെങ്കിലും 9 മാസത്തിന് ശേഷം ഞാൻ പറയുന്ന സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു പ്രഗ്നന്റ് വേർഡാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിപ്പോ നമ്മുടെ ഭാഷയിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും വാഗ്ദാനങ്ങൾ കൊടുക്കും. അത് ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ ചതിക്കുഴിയിൽ വീഴും. ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റ് പല മാർഗങ്ങളിലൂടെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചതിയിൽ വീഴുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്ന വാക്കാണ്. 2 ഗർഭിണികളായ സ്ത്രീകളെ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടി കൂടിയാണ്. ഗർഭം ധരിച്ചവർ കുഞ്ഞിന് ജന്മം നൽകും എന്നുള്ളതിന്റെ
അടയാളമാണ്, ജീവന്റെ അച്ചാരമാണ്. അമേരിക്കയിലും മറ്റും ഈ നമ്മൾ കടമെടുത്തിട്ട് അതിന് കൊടുക്കുന്നതിന് ഡൗൺ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം വാസ്തവത്തിൽ അത് പ്രോമിസാണ്, അത് വാഗ്ദാനമാണ്. പക്ഷെ ഇപ്പൊ അത് വെറുമൊരു പണത്തിന്റെ ഒരു മാർഗമായ ഒരു രീതിയിൽ അത് ചുരുക്കിക്കളയും. ഞാനത് തന്നുകൊള്ളാം എന്നുള്ളതിന്റെ പ്രോമിസാണ്. അത് വെറും ഡൗൺ പേയ്മെന്റ് അല്ല, അത് ഗർഭം ധരിക്കുന്ന വാക്കാണ്. അത് ഗർഭിണിയായ സ്ത്രീകൾ അതിന്റെ പ്രതീകമായിട്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് ഈ നമുക്ക് എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാകുന്നത്? ആക്സിഡന്റ് സീസൺ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം. ഞാനും പറഞ്ഞത് ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ദിവസങ്ങളാണ് ആക്സിഡന്റ് സീസൺ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ വായനകളൊക്കെ മനോഹരങ്ങളായ വായനകളാണ്, നമ്മുടെ ഹൃദയത്തിൽ നിറയെ സന്തോഷം നിറയ്ക്കുന്ന വായനകളാണ്. കാരണം ഭാവിയെക്കുറിച്ച് പ്രത്യാശ നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് നാളെയുമൊക്കെ ആയിട്ട് അനുസ്മരിക്കുന്ന, സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആഘോഷിക്കുന്ന ഓർമ്മ പിതാക്കന്മാരുടെ പുലിക്കോട്ടിൽ ദിവദാസിയോസ് തിരുമേനി സെമിനാരി സ്ഥാപകൻ, അതുപോലെ പൗലോസ് മാർ ഗ്രിഗോരിയോസ് തിരുമേനി, അവരെയൊക്കെ നമ്മൾ മഹാന്മാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ലോകത്തിന് പ്രതീക്ഷ നൽകുന്നവരാണ്. ഇവിടെ ഈ രണ്ട് മഹാന്മാരും, യോഹന്നാൻ സ്നാപകനും യേശുവും, മഹാന്മാരാകുന്നത് അവരുടെ അമ്മമാർക്കും അവരുടെ ബന്ധുജനങ്ങൾക്കും എന്തെങ്കിലും ഭൗതികമായ നന്മ നൽകിക്കൊണ്ടല്ല. തിരിച്ചാണ് സംഭവിക്കുന്നത്. യോഹന്നാൻ 10-15-16 വയസ്സായപ്പോൾ തന്നെ മാതാപിതാക്കളെ വിട്ടു, പിന്നെ വനത്തിലാണ് താമസിക്കുന്നത്. ഏറ്റവും പ്രാകൃതമായ വേഷം ധരിച്ച് പരുഷമായ വാക്കുകൾ സംസാരിക്കുന്ന ഒരു മകനെ അല്ല അമ്മമാർക്ക്, പ്രത്യേകിച്ചും ആറ്റുനോറ്റിൽ നിന്ന് കിട്ടിയ ഒരു മകനെ അങ്ങനെയല്ല ഒരു അമ്മ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതാണ് യോഹന്നാൻ സ്നാപകൻ. ഇവരും അവൻ മഹാനാകുമെന്നാണ് വാഗ്ദാനം. യേശു ജനിച്ചപ്പോഴും അതും വലിയ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. പക്ഷെ അതിന്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കുമെന്നാണ് വൃദ്ധനായ ശിമയോൻ പ്രവചിച്ചത്. ആ വാൾ വഹിച്ചുകൊണ്ടാണ്, ആ രക്തം ഇറ്റുന്ന ഹൃദയത്തോടെയാണ് ഈ അമ്മ പിന്നീട് എപ്പോഴും ജീവിക്കുന്നത്. തന്റെ മകൻ മഹാനായി, പക്ഷേ തനിക്ക് ഭൗതികമായ മഹത്വം അത് നേടിത്തന്നില്ല. അപ്പോ ഈ മഹാന്മാരായ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിന്റെ പല പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നത് അവർക്ക് വേണ്ടിയല്ല, അത് ലോകത്തിന് വേണ്ടി. ലോകത്തിന് പ്രകാശമുണ്ടാവണം എന്നുള്ള ഏറ്റവും ഉന്നതമായ ആഗ്രഹം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അവരെ മഹാന്മാരായിട്ട് കാണുന്നു. അവരുടെ ജീവിതകാലത്ത് തന്നെ അവരെ ഗുരുക്കന്മാരായി നമ്മളെ സ്വീകരിക്കുന്നു. നമുക്ക് ലോകത്തിനൊരു ഓറിയന്റേഷൻ, ഒരു ദിശാബോധം നൽകുന്നത് അവരാണ്. ഇവിടെ മുഴുവൻ ഇരുട്ടാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. പക്ഷെ ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചാൽ എല്ലാവരും ആ തിരിയിലേക്ക് നോക്കും, യാതൊരു സംശയമില്ല. നമ്മുടെ കണ്ണിന്റെ സ്വാഭാവികമായ സ്വഭാവം അതാണ്. എവിടെയാണോ പ്രകാശം അതിലേക്ക് കണ്ണ് ആകർഷിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ് ഇരുട്ടുള്ള ഈ ലോകത്തിൽ ഈ വലിയ ഗുരുക്കന്മാർ നമുക്ക് പ്രകാശം നൽകുന്നു. അത് ഭാവിയെക്കുറിച്ചുള്ള പ്രകാശമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോണ്ടിച്ചേരിയിലെ ഓറോവില്ലിൽ പോയി. അത് അവിടെ പോകണമെന്നുള്ള പ്രത്യേകമായ ആഗ്രഹത്തോടെ പോയി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ്. ഓറോവിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം. വലിയ പണ്ഡിതനും മുനിയും സ്വാതന്ത്ര്യ സമര സേനാനിയും അതിലെല്ലാം ഉപരി ദാർശനികനും ഒരു യോഗിയുമായിരുന്ന ബംഗാൾ സ്വദേശിയായ ഒറബിന്ദോ അവിടെ വന്ന് തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകൃഷ്ടയായി വന്ന മദർ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രഞ്ചുകാരിയായ ശിഷ്യയുടെ ദർശന ഫലമായിട്ടാണ് ഓറോവിൽ ഉണ്ടായത്. ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഒരു പട്ടണമാണ്. വാസ്തവത്തിൽ പട്ടണമല്ല, ഒരു വനമാണ്. പക്ഷെ അതിനെ വിളിക്കുന്നത് ഓറോവിൽ എന്നാണ്. അറബിന്ദോയുടെ വാക്ക് ചേർത്താണ് അങ്ങനെ വിളിക്കുന്നത്. ഇത് ലോകത്തിന് പുതിയ പ്രത്യാശ നൽകുന്ന ഒരു ആദർശമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്. അതായത് യാതൊരു മതത്തിന്റെയും യാതൊരു രാഷ്ട്രീയ ചിന്തയുടെയും പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുകയും നീതിയിലും സമാധാനത്തിലും സ്നേഹത്തിലും കഴിയുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്ഥാപിക്കപ്പെട്ടത്.
പക്ഷെ സ്ഥാപിക്കപ്പെട്ടത് തമിഴ്നാടിന്റെ കിഴക്കേ തീരത്ത് ധാരാളം പാവങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ മധ്യത്തിലാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നാണ് അവിടെ പണി ആരംഭിച്ചത്. ഇപ്പോഴും ഒരു സ്വർണ്ണ ഗോപുരമുണ്ട്. അത് മാതൃമന്ദിരം എന്ന് പറയുന്നത്, അത് 140 സ്വർണ്ണ തകിടുകൾ ഇങ്ങനെ ലോകത്തിലേക്ക് മുഴുവൻ പ്രകാശം പരത്തുന്ന ദിവ്യ ബോധത്തിന്റെ അടയാളമാണെന്നാണ് അവരുടെ സങ്കല്പം. അപ്പൊ ഇതൊരു വലിയ ആദർശമാണ്, വലിയ സ്വപ്നമാണ്. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ലോകത്തിലിടയ്ക്കിടെ ഉണ്ടാകും. അതിന് പരാജയങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, വിചാരിക്കുന്ന അത്രയും ആദർശാത്മകമല്ല, ഐഡിയലിസ്റ്റിക് അല്ല, വാസ്തവത്തിൽ അതൊന്ന് വ്യക്തമാകും. പക്ഷേ ആ സ്വപ്നത്തെ പ്രൊജക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സ്വപ്നം കാണുകയും മനുഷ്യനെ സ്നേഹവും പ്രത്യാശയും നൽകുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ മഹൽ ജനങ്ങളെന്ന് പറയും. മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് ഇന്ത്യക്കാരെ എല്ലാവരും വിളിക്കും. കാരണം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും ലോകത്തിന് മുഴുവൻ ഒരു സമയത്ത് പ്രത്യാശ നൽകിയ ഒരു വ്യക്തിയായി. അങ്ങനെയാണ് മഹാനായ ആത്മാവായി, മഹാത്മാവായി അദ്ദേഹം മാറുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇത് ധ്യാനിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മഹത്വം പ്രാപിക്കേണ്ടത്, നമ്മുടെ വൈദികരും ഗുരുജനങ്ങളും എങ്ങനെയാണ് മഹത്വത്തിന്റെ പാതയിൽ സഞ്ചരിക്കേണ്ടത്, നമുക്ക് തന്നെ നമ്മുടെ എളിയ ജീവിതം കൊണ്ട് എങ്ങനെ ലോകത്തിന് പ്രത്യാശ നൽകാൻ സാധിക്കും, പ്രകാശം നൽകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ബാക്കിയെല്ലാം ഈ മരണത്തിനും ദ്രവത്വത്തിനും വിധേയമായി പോകും. ഇത് മാത്രം നിലനിൽക്കും. ലോകത്തിന് ഭാവി നൽകുന്നവർ, പ്രകാശവും നന്മയും നൽകുന്നവർ, മുൻപോട്ട് നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവർ, അവരാണ് ലോകത്തിന് പ്രകാശം നൽകുന്നവർ. ഇന്ന് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസവും നമ്മുടെ പ്രേരക ശക്തിയുമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.